വെൽക്കം ടു തേജസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടി സ്രാവുകളെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്. ഈ കുട്ടി സ്രാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്രാവിനേക്കാളും വളരെ സോഫ്റ്റായിട്ടുള്ള മാംസമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് കറി വെച്ചാൽ പ്രത്യേക രുചിയും മണവും നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സ്രാവുകളെ മുഴുവനായി അതിൻ്റെ തോൽ ഭാഗം മുഴുവനും തളിച്ച വെള്ളത്തിൽ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണലരിപ്പോടു കൂടിയുള്ള പുറം തോല് നമുക്ക് വളരെ ഈസിയായി നീക്കിയെടുക്കാവുന്നതാണ്. പുറം തോലുകളെല്ലാം പോയി വളരെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നുറുക്കിയെടുക്കാം, കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. നുറുക്കി കഴുകി വൃത്തിയായി എടുത്തിട്ടുള്ള നമ്മുടെ കുട്ടി സ്രാവിൻ്റെ കഷ്ണങ്ങളാണ് കാണുന്നത്. അതുകൂടാണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ട അരമുറി നാളികേരം ചെരുവിയത്, ഉലുവ 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പച്ചമുളക്, ഇഞ്ചി, 2 അല്ലി, കൊടപ്പുളി മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ വറുത്ത് അരച്ച് എടുക്കുകയാണ്. പച്ചമുളക് നെറുകെ കീറി, ഇഞ്ചി നല്ലതുപോലെ വൃത്തിയാക്കി നനെ അരിഞ്ഞ് ഇടുക. അതോടൊപ്പം കറിവേപ്പിലയും ഇട്ട് ചട്ടിയിൽ ക്രമീകരിക്കുക. എല്ലാം നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. പാകത്തിന് വെള്ളവും അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും ഇടുക. ചതച്ചതിന് ശേഷം 2 അല്ലി കൊടംപുളി ഇതിലേക്ക് ഇടുക. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു. തിളച്ച് പാകമായി കഴിഞ്ഞാൽ നമ്മുടെ കൊടംപുളി ഉള്ളി എടുക്കുകയും അതിനുശേഷം നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്തു, വെള്ളമൊക്കെ വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു. ഉള്ളി മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ വെന്തിരിക്കുന്ന കറിയിലേക്ക് ഇടുന്നു. വറുത്തരച്ച് വെച്ച മീൻ കറി റെഡി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.